അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും റസാ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഒന്ന് രണ്ട് ദിവസങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു വാർത്തയുണ്ട്. വിശുദ്ധമായ റമദാൻ മാസം ലോക മുസ്ലിങ്ങൾ മുഴുവൻ ആരാധനയിൽ മുഴുകുന്ന മനോഹരമായ ഏറെ ശ്രേഷ്ഠമായൊരു മാസത്തിൽ മുസ്ലിം നാമധാരിയായ ഒരു പെൺകുട്ടി അമുസ്ലിമായൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അമ്പലത്തിൽ വെച്ച് മതം മാറി വിവാഹം കഴിക്കുന്ന ഏറെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മളൊക്കെ കണ്ടതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മുടെ ഹൃദയത്തെ അത് എത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ. അവരുടെ മാതാപിതാക്കൾ വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടാകും അല്ലേ? അള്ളാഹു അവർക്കൊക്കെ ക്ഷമ കൊടുക്കട്ടെ. നമുക്കും മക്കളില്ലേ? ഒരു വേള ചിന്തിക്കുമ്പോൾ നമുക്കും മക്കളുണ്ട്. ഇത്തരം വാർത്തകൾ കാണുമ്പോൾ വല്ലാതെ നെഞ്ചിനൊരു പിടപിടപ്പാണ്. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് നീ കാവലേകണേ എന്ന പ്രാർത്ഥനയും അതിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. ഞാനിതിന്ന് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം എന്നെ ഒരു ഉമ്മ വിളിച്ചിരുന്നു. അവർ പാലക്കാട് ജില്ലയിൽ നിന്നാണ് എന്നെ വിളിക്കുന്നത്. അവരുടെ സങ്കടം പറഞ്ഞു. ഉസ്താദേ, എൻ്റെ പൊന്നുമോൾ ഒരാളെ പ്രേമിക്കുന്നുണ്ട് ഉസ്താദേ. അവൾ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരനെയാണ് എൻ്റെ മോള് പ്രണയിക്കുന്നത്. സഹിക്കാൻ പറ്റുന്നില്ല ഉസ്താദേ. ഇനി അമുസ്ലിമല്ല, മുസ്ലിം ആണെങ്കിൽ പോലും എൻ്റെ മോള് ഒരു പ്രേമബന്ധത്തിൽ പോയി ചാടുക എന്ന് പറയണത് അത് എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. എൻ്റെ മോളുടെ ബാപ്പ ചെറുപ്പത്തിലെ എന്നെയും അവൾ ഇട്ടുകൊണ്ട് പോയതാണ് ഉസ്താദേ. അന്നു മുതൽ കണ്ടവരുടെ വീട്ടിൽ പാത്രം കഴുകിയിട്ടാണ് ഞാൻ എൻ്റെ മോളെ വളർത്തുന്നത്. ഒരു കുറവും ഞാൻ അവൾക്ക് വരുത്തിയിട്ടില്ല. അവൾക്ക് ഡ്രസ്സ് വേണമെന്ന് പറയുമ്പോൾ ഡ്രസ്സ്, ഫോണ് വേണമെന്ന് പറയുമ്പോൾ ഫോണ്, അങ്ങനെ എന്ത് വേണമെന്ന് പറയുമ്പോൾ ആ പറയുന്ന അവസരത്തിൽ തന്നെ ഞാനതൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട് ഉസ്താദേ. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന മോളാണ് ഇന്ന് എന്നോട് ധിക്കാരം കാണിക്കുക, എന്നോട് ദേഷ്യപ്പെടുകയാണ് ഉസ്താദേ, എന്നെ അടിക്കാൻ വരികയാണ് ഉസ്താദേ. ഞാൻ ഭക്ഷണം കൊടുത്താൽ അതിന് രുചിയില്ല എന്ന് പറഞ്ഞ് വലിച്ചെറിയാണ് ഉസ്താദേ. ചെറുപ്പം മുതൽ വാപ്പാടെ പൈസ ഇല്ലാതെ ഞാൻ കണ്ടവരുടെ അടുക്കളയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കിയിട്ടും പാത്രം കഴുകിയിട്ടും കൊണ്ടുവരണ പൈസ കൊണ്ട് ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം തിന്ന് വളർന്നതാണ് ഉസ്താദേ അവള്. എന്നിട്ട് അവൾ എന്നോട് ഇങ്ങനെ കാണിക്കണേ. അവരിങ്ങനെ പൊട്ടിക്കരയാണ്. അവർക്ക് പറയാൻ വാക്കുകൾ കിട്ടണില്ല. ഞാൻ ആശ്വസിപ്പിക്കാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ദുആ ചെയ്തു കൊടുത്തു. അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ മക്കളെ. പലപ്പോഴും ഇത്തരം കേസുകളൊക്കെ കൗൺസിലിങ്ങിന് വരാറുണ്ട്. യാ അല്ലാ, എത്ര കുട്ടികളാണെന്ന് പ്രണയബന്ധത്തിൽ പോയി പെടുന്നത്. പഴയ കാലത്തൊക്കെ സീരിയൽ ഹരമായിരുന്നുവെങ്കിൽ ഇന്ന് ഇൻസ്റ്റഗ്രാം ഹരമാണ്. ഇന്ന് മൊത്തം ഇൻസ്റ്റ കുട്ടികളാണ്. ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഇല്ലാത്ത എത്ര കുട്ടികളുണ്ട്? ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉള്ളത് കൊണ്ടല്ല, പക്ഷേ ഇൻസ്റ്റയിൽ എന്താണ് കാണുന്നത്, ഇൻസ്റ്റയിൽ എന്താണ് ചെയ്യുന്നത്, ഇത് നോക്കാനായിട്ട് മാതാപിതാക്കൾക്കറിയില്ല, രക്ഷിതാക്കൾക്കറിയില്ല. മക്കൾ എന്തെങ്കിലും കാണിക്കുമ്പോഴേക്കും അവരെ അമിതമായി അങ്ങ് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടമാണ്. മക്കളോട് വിശ്വാസം വേണം, പക്ഷേ അമിതമായ ഓവർ കോൺഫിഡൻസ് അത് മക്കളുടെ വിഷയത്തിൽ നിന്നല്ല, ഒന്നിനും പാടില്ല എന്നാണ്. ഒരു അമിതമായ വിശ്വാസം ഉണ്ടല്ലോ, അത് പാടില്ല. അതായത് ഒരിക്കൽ ഒരു ബാപ്പാനോട് കുറച്ച് ആളുകൾ പറഞ്ഞു, നിങ്ങളുടെ മകൻ കള്ളു കുടിക്കുന്നുണ്ട്. എൻ്റെ മകനൊന്നും കുടിക്കില്ല, ഇവർക്കൊക്കെ അസൂയ കൊണ്ട് പറയാണ്. കഞ്ചാവ് വലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. എൻ്റെ മകനൊന്നും ചെയ്യൂല. ലാസ്റ്റ് മകൻ ജയിലിലാകുന്നവരെ ആ ബാപ്പ അങ്ങനെ വിശ്വസിച്ചിരുന്നു എന്നാണ്. ജയിലിലായതിനു ശേഷമാണ് ആ ബാപ്പക്ക് ബോധ്യമാകണത്. അതായത് ചില ഘട്ടങ്ങളിൽ നമുക്ക് തിരുത്താനുള്ള അവസരങ്ങളെപ്പോലും ഇത്തരം ഓവർ കോൺഫിഡൻസ് നശിപ്പിച്ച് കളയും എന്നുള്ളതാണ്. നമ്മുടെ മക്കൾ ഇന്ന് വളർന്നു വരുന്ന ലോകം എന്ന് പറഞ്ഞാൽ അവരുടെ വിരൽത്തുമ്പി എല്ലാ ഹറാമുകളും ലഭ്യമാണ്. ആ ലഭ്യമാകുന്ന കാര്യങ്ങളിൽ ഹറാമിലേക്ക് പോകാതെ ഹലാലിലേക്ക് വഴിതിരിച്ച് വിടേണ്ട ഒരു വലിയ ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്. വലിയ ബാധ്യതയുണ്ട്. ആ ഉത്തരവാദിത്വം കൃത്യമായി നമ്മൾ നിർവഹിച്ചില്ല എങ്കിൽ, ഞാൻ എൻ്റെ മോൾക്ക് അത് കൊടുത്തു, ഞാൻ എൻ്റെ മോൾക്ക് ഇത് കൊടുത്തു, അവൾ ചോദിക്കണതൊക്കെ വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ചോദിക്കണതൊക്കെ വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നതും ഏറ്റവും വലിയ അബദ്ധമാണ്. നമ്മുടെ മക്കളോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായൊരു ഭാഗമാണ് അവരോട് നോ പറയുക. നോ പറയാന്ന് പറയുന്നത് സ്നേഹമുള്ള മാതാപിതാക്കൾക്കേ പറ്റുള്ളൂ. അതായത് എന്ത് ചോദിച്ചാലും ഇല്ല അങ്ങനെ നോ പറയണമെന്നല്ല. ചില ഘട്ടങ്ങളിൽ അവനിപ്പോൾ അല്ലെങ്കിൽ അവൾക്കിപ്പോൾ അത് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലായാൽ നോ പറയാം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി, ഉമ്മി എനിക്കൊരു ഫോൺ വേണം, അല്ലെങ്കിൽ വാപ്പി എനിക്കൊരു ഫോൺ വേണം. ഈ 10ൽ പഠിക്കുന്ന നിനക്കിപ്പോൾ എന്തിനാ ഫോൺ? ഇപ്പം അത് തരില്ല എന്ന് പറയൽ അവരോടുള്ള സ്നേഹമാണ്. പക്ഷെ അവർ ചോദിക്കുമ്പോഴേക്ക് ആ വാപ്പാടെ പഴയ ഫോണുണ്ട്, മോളെടുത്തോ. ഞാൻ നിങ്ങളോട് മുമ്പൊരു കഥ പറഞ്ഞിട്ടില്ലേ? 10ാം ക്ലാസ്സിൽ നല്ല മാർക്കോടെ ജയിച്ച ഒരു കുട്ടിക്ക് ഫോൺ എടുത്ത് കൊടുത്തതിന് ശേഷം അവൻ്റെ ജീവിതാകെ മാറിപ്പോയി. സുബഹിക്ക് പോലും കൂട്ടുകാരെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പള്ളിയിൽ പോയിരുന്ന ആ മോൻ പിന്നെ പള്ളിയുടെ ഭാഗത്തേക്ക് വരാതായി. ലാസ്റ്റ് അവൻ്റെ ഫോൺ സെർച്ച് ചെയ്തപ്പോൾ കണ്ട കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. സ്വന്തം ഉമ്മയെക്കുറിച്ചും പെങ്ങളെക്കുറിച്ച് പോലും അശ്ലീലം ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഴ്ച അവൻ്റെ ഫോണിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇന്നത്തെ കാലത്ത് ഫോൺ വലിയൊരു ഘടകം തന്നെയാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അമിതമായ ഫോൺ ഉപയോഗത്തിലേക്ക് അവരെ എത്തിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ സൂക്ഷ്മത പാലിക്കണം എന്ന് ഉണർത്തട്ടെ. ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വലിയ വേദന തന്നെയാണ്. നമ്മുടെ കുട്ടികൾ ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ എന്താണ് എൻ്റെ കുട്ടി ഇൻസ്റ്റയിൽ ചെയ്യുന്നതെന്ന് നോക്കാൻ ബാപ്പക്കും ഉമ്മക്കും അറിയണം. അവൾ കല്യാണം കഴിയണത് വരെ ആ ഫോണിൽ എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ലൈഫായിട്ട് അവർ ആസ്വദിച്ച് പോട്ടെ. ഇനി ബാപ്പക്ക് നോക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ഉമ്മ നോക്കണം, എൻ്റെ കുട്ടി ഫോണിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഫോണിനകത്ത് എന്തൊക്കെയാണുള്ളത്, അത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കി അന്വേഷിക്കണം. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിച്ചില്ല എങ്കിൽ വലിയ അപകടം വന്ന് ഭവിക്കും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കുട്ടികൾക്ക് ധാർമ്മികമായ അവബോധമില്ല. ദീനി വിദ്യാഭ്യാസമുള്ള എത്ര പെൺകുട്ടികളുണ്ടെന്ന്, ആൺകുട്ടികളായിക്കോട്ടെ. ഒരു 5ാം ക്ലാസ് കഴിഞ്ഞിട്ട് മദ്രസയിൽ പോണ എത്ര ആണും പെണ്ണൊന്നുണ്ട്? വളരെ വിരളാണ്. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് മദ്രസ വിദ്യാഭ്യാസത്തിന് പൂർണ്ണ നിലയിൽ കൊണ്ടുപോകുന്ന ആളുകൾ. 5ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് അഞ്ഞൊക്കെ മദ്രസയിൽ പോയതൊക്കെ മതി, ആ സ്കൂളിൽ പോയി പഠിക്കും മോനെ. സ്കൂളിൽ പോകണ്ടെന്നല്ല, സ്കൂളിലും പോകണം, മദ്രസയിലും പോകണം. ഏറ്റവും മർമ്മപ്രധാനമായി നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് ധാർമ്മികമായ വിദ്യാഭ്യാസമാണ്. ധാർമ്മിക മൂല്യമില്ലാതെ ഒരു കുട്ടി വളർന്നു വന്നിട്ട് അവൻ ഡോക്ടറായാലും ആ ഡോക്ടറെ കൊണ്ട് നാടിനും വീട്ടുകാർക്കും ഒരു ഗുണം അവനെ കൊണ്ട് ഉണ്ടാവില്ല. കൃത്യമായി ധാർമ്മികത പകർന്നു കൊടുക്കണമെന്നേ. ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, പലപ്പോഴും ഒരു കോളേജ് അധ്യാപകൻ എന്ന നിലക്ക് ക്യാമ്പസുകളിൽ കാണേണ്ടി വരുന്ന പല അശ്ലീലമായ, എൻ്റെ കണ്ണിൽ, ഇസ്ലാമിൻ്റെ കണ്ണിൽ അശ്ലീലമായ പല കാഴ്ചകളുണ്ട്. അതായത് ഇതിനൊക്കെ നല്ലതാണെന്ന് പറയാൻ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. നിങ്ങൾ എന്ത് തെമ്മാടിത്തരം ചെയ്താലും, നിങ്ങൾ അന്യമതക്കാരൻ്റെ കൂടെ ഓടിപ്പോയാലും, എന്ത് തോന്നിവാസം നിങ്ങൾ കാണിച്ചാലും ഇതൊക്കെ നന്മയാണെന്ന് പറയാൻ വലിയ വിപ്ലവകാരികളൊക്കെ ഉണ്ടാകും. പക്ഷേ സ്വന്തം മക്കൾക്ക് അങ്ങനെ വന്നു നോക്കട്ടെ, അപ്പോൾ ഈ വിപ്ലവത്തിൻ്റെ കെട്ടൊക്കെ അങ്ങ് അടങ്ങിയിട്ടുണ്ടാവും. സ്വന്തം മക്കളുടെ കാര്യത്തിൽ അവർ സ്വാർത്ഥരാണ്. പക്ഷെ മറ്റുള്ളവരുടെ മക്കൾ അവർ ഓടിപ്പോയാലും നമ്മുടെ സ്വാതന്ത്ര്യത്തെ മുറുകെ പിടിക്കണം, സ്ത്രീ സ്വാതന്ത്ര്യം, മറ്റത് മറിച്ചത്. ഈ കണ്ടവരുടെ കൂടെ ഓടിപ്പോകുന്നതാണോ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്? അല്ല, ഏത് മക്കൾ ഓടിപ്പോകാൻ തയ്യാറായി നിൽക്കുന്ന, പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് ഞാൻ പറയട്ടെ, മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ ആ ജീവിതത്തിൽ പിന്നെ നിങ്ങൾക്ക് സമാധാനമേ ഉണ്ടാവില്ല. ഒരു സമാധാനവും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയില്ല. അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളെ കല്യാണം കഴിക്കാം. അതിനർത്ഥം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നല്ല. ചിലപ്പോൾ ആദ്യമായിട്ട് ഒരാളെ കാണും, അവർക്ക് ഇഷ്ടമായി, നിനക്ക് ഇഷ്ടമായില്ല, നീ വാപ്പാനോടും ഉമ്മാനോടും പറഞ്ഞു എനിക്ക് ഇഷ്ടമായിട്ടില്ല. അതായത് നിനക്ക് ഇഷ്ടപ്പെടുന്ന ആളെ എത്തുന്നത് വരെ നീ കാത്തിരിക്കുക. അല്ലാതെ നിന്നോട് ഓടിപ്പോകാൻ ആരാ പറയുന്നേ? നിന്നോട് കണ്ട ഹറാമായ വഴിയിൽ തേടിപ്പോകാൻ ആരാ പറയുന്നേ? അങ്ങനെ ഒരു മാതൃക ഇസ്ലാമിലില്ല. അവിടെ സൂക്ഷ്മത പാലിക്കുക. മാതാപിതാക്കളുടെയും നിൻ്റെയും, ഏറ്റവും പ്രധാനം നിൻ്റെ ഇഷ്ടം തന്നെയാണ്. നിൻ്റെ ഇഷ്ടത്തിന് ആ മാതാപിതാക്കളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മനോഹരമായി നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് കടക്കാമല്ലോ. നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് നന്ദികേട് കാണിച്ചാൽ കമാ തദീനു തുദാൻ, നിന്നോട് നന്ദികേട് കാണിക്കുന്നത് നിൻ്റെ മക്കളായിരിക്കും. അതായത് നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് നന്ദികേട് കാണിച്ച് ഓടിപ്പോയൊക്കെ കല്യാണം കഴിച്ചാൽ പിന്നീട് നമ്മളോട് ഏറ്റവും വലിയ നന്ദികേട് കാണിക്കുന്ന നമ്മുടെ മക്കളായിരിക്കും. അത് നമ്മുടെ മക്കളുടെ ഇന്ന് തന്നെ നമ്മൾ അനുഭവിക്കും. അത് തീർച്ചയാണ്, ഉറപ്പായ കാര്യമാണ്. ഇനി ഞാൻ ഒന്ന് പറയട്ടെ, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് പറയാം, നിങ്ങൾ പ്രണയബന്ധത്തിലാണെങ്കിലേ ഈ പ്രണയബന്ധത്തിൻ്റെ ആ ഒരു തീവ്രതയൊക്കെ കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ പീരീഡ് കഴിയുന്നതോടുകൂടെ അങ്ങ് തീരും. എങ്ങനെ തീരും? ഈ ജീവിതത്തിൽ ബർക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്കറിയോ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വിൽ സ്മിത്തിൻ്റെ ഒരു വാക്കുണ്ട്, ഹാപ്പിനെസ് ഈസ് നോട്ട് പ്ലഷർ, ഹാപ്പിനെസ് ഈസ് പീസ്. ഈ സമാധാനം എന്ന് പറഞ്ഞാൽ കുറേ ബാഹ്യ പ്രകടനങ്ങളല്ല, അത് ഫോട്ടോഷൂട്ട് നടത്തലല്ല, ഓടി നടന്ന് പാർക്കിൽ അവിടെ ഇവിടെയൊക്കെ കളിച്ച് നടക്കലല്ല, അതൊന്നുമല്ല സമാധാനം. ഹാപ്പിനെസ് ഈസ് പീസ്, മനസ്സിൻ്റെ സന്തോഷം, മനസ്സിൻ്റെ സമാധാനം. അതാണ് യഥാർത്ഥത്തിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ആ സമാധാനം ആര് തരണം? അല്ലാഹ് തരണം. അതായത് വിവാഹത്തിന് മുൻപുള്ളൊരു പ്രണയം ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് തനിച്ച ഹറാമാണ്. അങ്ങനെ പ്രണയബന്ധത്തിലൂടെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ ആ വിവാഹത്തിൻ്റെ ആദ്യകാലത്ത് ഹണിമൂൺ പീരീഡിലൊക്കെ രസമുണ്ടാകും. സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് നീറും, നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല, നിങ്ങൾ പെട്ടുപോകും. അള്ളാഹു റബ്ബുൽ ആലമീൻ്റെ ബറക്കത്ത് നിങ്ങൾക്ക് ആസ്വദിക്കാനേ കഴിയില്ല. അള്ളാഹിനോട് നിങ്ങൾ നന്ദികേട് കാണിച്ചതുകൊണ്ട് നിങ്ങളുടെ സന്താനങ്ങൾ തന്നെ നിങ്ങളോട് നന്ദികേട് കാണിച്ചേക്കാം. കമാ തദീനു തുദാൻ, നിങ്ങൾ എന്താണോ പടച്ചവനോട് ചെയ്യണത് അതേ പടച്ചവൻ നിങ്ങളോടും ചെയ്യുമെന്നാണ്. യാ അല്ലാഹ്, എത്ര വലിയ ഡേഞ്ചറാണിത് മക്കളെ. നിങ്ങൾ ഈ വിവാഹത്തിന് മുമ്പുള്ള പ്രണയം അതിന് ഭയങ്കര രസമൊന്നും കണ്ടെത്തിയിട്ട് കാര്യമില്ല. അതൊക്കെ ഒരു പിശാച് ഇങ്ങനെ അതിന് വലിയ സ്വാദൊക്കെ ഇട്ട് തരുന്നേ. അതിന് വലിയ സ്വാദാണ്, അതിന് ഭയങ്കര രസമാണ്. അവിഹിതത്തിന് ഭയങ്കര രസമാണ്, വിഹിതമല്ലാത്തതിനൊക്കെ ഭയങ്കര രസമാണ്. പക്ഷേ ആ രസം ഒരുപാട് നാൾ നീണ്ടു നിൽക്കൂല.
സന്തോഷത്തോടെയുള്ളൊരു വിവാഹ ജീവിതം ഹണിമൂൺ പീരീഡ് കഴിഞ്ഞ് സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. കാരണം അവിടെ അള്ളാൻ്റെ ബർക്കത്തില്ല, അള്ളാൻ്റെ ബർക്കത്ത് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ പ്രണയിച്ച് വിവാഹം കഴിച്ച ആളുകൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ മക്കളെ ഞാൻ പറയാം, നിങ്ങൾ വിഷമിക്കല്ലേ. ഏതായാലും വിവാഹം കഴിച്ചു പോയില്ലേ, നിക്കാഹ് ചെയ്തു, ആയിക്കോട്ടെ, വിവാഹത്തിന് മുമ്പ് പ്രണയിച്ചതാണ്, പിന്നീട് ഹലാലായ മാർഗത്തിലൂടെ നിക്കാഹ് ചെയ്താൽ പോലും ആ മുൻപുള്ള പ്രണയത്തിൻ്റെ പ്രതിഫലനം, അതിലൂടെ ഉണ്ടായിട്ടുള്ള ഹറാമിയൻ ചിന്താഗതികളൊക്കെ പിന്നീടുള്ള വിവാഹ ജീവിതത്തെ ബാധിക്കാൻ അതിന് സാധ്യതയേറെയാണ്. ഒരു ബർക്കത്തില്ലായ്മ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും. നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? മനസ്സറിഞ്ഞ് തൗബ ചെയ്യുക. അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ്. മനസ്സറിഞ്ഞ് തൗബ ചെയ്യുക, മനസ്സറിഞ്ഞ് തൗബ ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്കൊക്കെ സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പലപ്പോഴും പല പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികളാകട്ടെ ഈ പ്രണയബന്ധത്തിൽ കുടുങ്ങിയാൽ മാതാപിതാക്കളോട് പറഞ്ഞുകൊള്ളണമെന്നില്ല. ഇങ്ങനെയുള്ളൊരു കേസ്, ഒരു അഫെയർ ഒരുത്തൻ വന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ട്, തന്നോട് വന്ന ഒരാൾ പ്രണയം പറഞ്ഞു എന്നുള്ളതും മാതാപിതാക്കളോട് പറയൂല. ചിലർ പറയും, ചിലർ പറയില്ല. അപ്പോൾ മക്കളുമായി എങ്ങനെ നമ്മൾ മിങ്കിൾ ചെയ്ത് നിൽക്കണം എന്നുള്ളത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാക്കുണ്ടല്ലോ. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാഇബുഹും സബഅ, ആദ്യത്തെ 7 കൊല്ലം അവരോടൊപ്പം കളിക്കണം എന്നാണ്. അപ്പം നമ്മൾ തല്ലാനും ബഹളം ഉണ്ടാക്കാനൊന്നും പോകരുത്. ആദ്യത്തെ 7 കൊല്ലം കളിക്കണം. പിന്നെയോ വഅദ്ദിബുഹും സബഅ, അടുത്ത 7 കൊല്ലം അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കണം, സ്നേഹത്തോടെ എങ്ങനെ പെരുമാറണം. ഇതൊക്കെ ധാർമ്മികതയിൽ ഇതൊക്കെ ഉണ്ട്, അദബ് പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെയോ 14 മുതൽ 21 വരെയുള്ള സമയം വസ്വാഹിബുഹും സബഅ, ഏറ്റവും നല്ല മക്കളുടെ കൂട്ടുകാരായി നിങ്ങൾ മാറണം. കുറേ വാങ്ങിക്കൊടുത്തു എന്നതുകൊണ്ട് മാത്രമായില്ല, മക്കളുടെ ഏറ്റവും നല്ല കൂട്ടുകാരായി നിങ്ങൾ മാറണം. അവരുടെ ലൈഫിൽ ഒരു നല്ലത് വന്നാലോ ഒരു സങ്കടം ഉണ്ടാക്കുന്നത് വന്നാലോ തുറന്നു പറയാൻ പറ്റുന്ന മാതാപിതാക്കളാണ് നിങ്ങളെന്ന ബോധ്യം നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകണം. അങ്ങനെ ഏറ്റവും നല്ല ഫ്രണ്ട്സായി നിങ്ങൾ മാറണം 21 വയസ്സ് വരെ. എന്നിട്ടും ഇത്രയൊക്കെ ദീനീ ബോധത്തിൽ നമ്മുടെ മക്കളെ വളർത്തി കൊണ്ടുവന്നിട്ടും അവർ വഴിതെറ്റി പോവുകയാണെങ്കിൽ അവർ പോയിക്കോട്ടെ, അവർ അള്ളാഹു തമ്മിലായിക്കോളും. നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ല. പറഞ്ഞു ക്ലിയറായോ? പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ അവർക്ക് ധാർമ്മികമായ മൂല്യം പകർന്നു കൊടുക്കാതെ നിങ്ങളുടെ മക്കൾ വഴികേടിലായി പോയി കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ ഉത്തരവാദി മാതാപിതാക്കൾ തന്നെയാണെന്ന് പറയാതെ വയ്യ. ഇപ്പം ഈ പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മൾ ഇന്ന സ്ഥലം എന്ന് ആരെന്നൊന്നും പറയണില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ വേദനാജനകമായ കാര്യമാണ്. ഇസ്ലാമിൽ നിന്നൊരാൾ തെറിച്ചു പോവുക, അന്യമതസ്ഥനായ ഒരാളുടെ കൂടെ ഓടിപ്പോവുക, ക്ഷേത്രത്തിൽ പോയി വിവാഹം കഴിക്കുക, അതും ഈ റമളാൻ മാസത്തിൽ. യാ അല്ലാഹ്, എത്രമേൽ വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കുട്ടിക്ക് എന്താണ് ഈ റമളാൻ മാസത്തിൻ്റെ ഒരു അല്പം മഹത്വം പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലേ? ഇസ്ലാമിൻ്റെ ബാലപാഠം പോലും ആ കുട്ടി പഠിച്ചിട്ടില്ലേ? തൗഹീദ് എന്താണ്, ശിർക്ക് എന്താണെന്ന് പോലും ആ കുട്ടി പഠിച്ചിട്ടില്ലേ? വല്ലാതെ വേദന ഉളവാക്കുന്ന കാര്യമാണ്. നമ്മുടെ മക്കൾക്ക് ദീനി അടിത്തറയുള്ള ഏറ്റവും മനോഹരമായ അവബോധം നിങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണേ. ഇല്ലെങ്കിൽ അത് പിന്നീട് ഏറ്റവും വലിയ അപകടത്തിലേക്ക് നമ്മളെ തന്നെ കൊണ്ടുചെന്നെത്തിക്കും. അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ നേർവഴിയിൽ നടത്തുമാറാകട്ടെ. എത്രയൊക്കെ നമ്മൾ ചെയ്താലും പടച്ചോൻ്റെ കാവലില്ലെങ്കിൽ പോയില്ലേ. എപ്പോഴും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആനിൽ, റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ, ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും നീ കൺകുളിർമയുള്ളവരാക്കണേ അല്ലാ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ, അതായത് മാതാപിതാക്കളായ ഞങ്ങളെ സ്വാലിഹീങ്ങളുടെ മുൻപിൽ നടക്കുന്നവരാക്കണേ എന്ന് പറഞ്ഞാൽ ഈ മക്കൾക്കൊക്കെ മാതൃകായോഗ്യരായ മാതാപിതാക്കളാക്കി ഞങ്ങളെ നീ മാറ്റി തീർക്കണേ. നിങ്ങൾ മാതൃകായോഗ്യരാണെങ്കിൽ മക്കൾ വഴിതെറ്റൂല. പറഞ്ഞത് ക്ലിയറായോ? അവർക്ക് കൃത്യമായ മാതൃക നിങ്ങൾ വരച്ച് കാണിച്ചു കൊടുക്കുക. നമ്മുടെ രാജ്യത്ത് ഇന്ന് പല കാര്യങ്ങളും നിയമവിധേയമാണ്. കുട്ടികൾക്ക് അവരുടെ ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും കാണിക്കാം. പക്ഷേ എന്ത് ചെയ്യുമ്പോഴും എൻ്റെ നാഥൻ കാണുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മുടെ മക്കളെ നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അത്രമേൽ ഹൃദ്യമായ ധാർമ്മിക അവബോധം അത് കോളേജുകളിലേക്ക് പോകുമ്പോഴാണെങ്കിലും എവിടെ പോയാലും ഒറ്റപ്പെടുന്ന സമയത്താണെങ്കിലും കോളേജിൽ ആളുകൾ കൂട്ടത്തോടെ പല ഹറാമുകളും ചെയ്യുമ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന മനോഹരമായ മനസ്സുള്ള കുട്ടികളാക്കി നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ കഴിയണം. അതിന് അല്ലാഹ് എന്ന ബോധം നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു നേർവഴിക്ക് നടത്തട്ടെ. ഏതായാലും അത്തരമൊരു വേദന പങ്കുവെക്കാണ് നിങ്ങളോട്. ആ ഉമ്മക്ക്, പാലക്കാട് നിന്ന് വിളിച്ച ആ ഉമ്മക്ക് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. ആ പൊന്നുമോൾക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ നേർവഴി കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അങ്ങനെ എത്ര ഉപ്പമാര് വേദനിക്കുന്നുണ്ട്. മക്കൾ ഈ വേദന കാണുന്നില്ലേ? മക്കളെ ഞാൻ പറയാം, നിങ്ങളാ മാതാപിതാക്കളുടെ മനസ്സ് വേദനിപ്പിക്കുന്നുണ്ടോ? ഉറപ്പാണ് അതിൻ്റെ എത്രയോ ഇരട്ടി നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ നീറും കമാ തദീനു തുദാൻ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു എല്ലാവർക്കും നല്ല ബോധം നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.